ഹായ്, നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാമാണ്? ആത്മവിദ്യാസംഘവുമായിട്ട് ബന്ധപ്പെട്ടത് ആത്മവിദ്യാസംഘം സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ് എന്ന് പറയുന്നു. സംഘ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? ശരിയാണ് അല്ലെ. മുഖപത്രം എന്ന് പറയുന്നത് ആത്മവിദ്യയാണ്. മുഖപത്രം എന്ന് പറയുന്ന ആത്മവിദ്യയാണ്. തെറ്റല്ലേ? അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്ന അഭിനവ കേരളമാണ്. ആദ്യ സമ്മേളനം നടന്ന് കാരക്കാട് വെച്ചാണ്. അതവിടെ എന്താണ്? അതവിടെ ശരി തന്നെയാണ് അല്ലെ. ആദ്യ സമ്മേളനം എവിടെയാണ്? കാരക്കാട് വെച്ചാണ്. SCERT ഒക്കെ ആവുമ്പോ കുറച്ച് ടൈറ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ HSAയും SCERTയും NCERT എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ കുറച്ച് ടൈറ്റ് ഉണ്ടാവും പഠിക്കാൻ. എന്നാലും പഠിച്ചാ മതി നിങ്ങള്. എന്നാലും പഠിച്ചാ മതി അല്ലെ. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ അല്ലെ. VK ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അല്ലെ. എന്താണ്? ബാലഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. 1885 അല്ലെ. 1885 ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്. 1885 ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ എന്നും കൂടി ഓർത്തു വെക്കുക. VK ഗുരുക്കൾ എന്നാണ് യഥാർത്ഥ നാമം എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയ അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരുന്നു. ഏത് ഗുരുവാണ്? പറഞ്ഞേ. ബ്രഹ്മാനന്ദ ശിവയോഗി. പിന്നെന്താണ്? പറഞ്ഞേ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ഭടാനന്ദൻ അല്ലേ? ആണോ? അതുപോലെ ഈ വാഗ്ഭടാനന്ദൻ തന്റെ പരിഷ്കരണ രംഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമാക്കിയത്, മാതൃകയാക്കിയത് ആരെയാണ് ചോദിച്ചിട്ടുണ്ട്? രാജാറാം മോഹൻ റായിനെയാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു ദർശനമുണ്ട്, അദ്വൈത ദർശനം അല്ലെ. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ അല്ലെ. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ അല്ലെ. അതുപോലെ തന്നെ ഈ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ് അല്ലെ. എന്തായിരുന്നു? ഈ ഇളനീർ ആട്ടമില്ലേ, അത് ആ ആചാരങ്ങളൊക്കെ തെറ്റായിട്ടുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു കൃതിയാണ് ഏത്? കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ തത്വപ്രകാശിക ആശ്രമം അദ്ദേഹം എവിടെ സ്ഥാപിച്ച്? കാരപ്പറമ്പ് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. അതുപോലെ തന്നെ ആത്മവിദ്യാസംഘം നമ്മൾ പറഞ്ഞു അല്ലെ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷമാണ് ചോദിക്കുകയാണെങ്കിൽ 1917 എപ്പോഴാണ് മക്കളെ? 1917 എന്നും കൂടി ഓർത്തു വെക്കുക. ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് ആരൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? കുഞ്ഞേക്കു കുരുക്കളുണ്ട്. പിന്നെ ആരാണ്? കണാരൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ധർമ്മധീരൻ ഉണ്ടായിരുന്നു. പിന്നെ ചേക്കു എന്ന് പറഞ്ഞ വ്യക്തി ചന്തമ്മൻ. ഇത്രയും പേരാണ് കേട്ടോ. കുഞ്ഞേക്കു കുരുക്കൾ ഉണ്ടായിരുന്നു. പിന്നെ കണാരൻ മാസ്റ്റർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ധർമ്മധീരൻ, പിന്നെ കയ്യാലച്ചേക്കു കേട്ടോ. കയ്യാലച്ചേക്കു ഉണ്ടായിരുന്നു. പിന്നെ ചന്തമ്മൻ, എന്താ? പാലേരി ചന്തമ്മൻ കേട്ടോ. പാലേരി ചന്തമനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗ നേതാക്കൾ ചോദിക്കും ചിലപ്പോ. ദേവയാനി ഉണ്ടായിരുന്നു, ലക്ഷ്മിക്കുട്ടി അമ്മ, ഭാർഗവി അമ്മ. അത് മൂന്നും ഓർത്ത് വെക്കുക. ചിലപ്പോ ഓഡ് വൺ ഔട്ടിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം എവിടെ നടന്ന്? കാരക്കോട് കേട്ടോ. എവിടെയാണ്? കാരക്കോടാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഊരാരുങ്കല്ലേ കൂലി വേലക്കാര് പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന ഒക്കെ സ്ഥാപിച്ചത് ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദനാണ് എന്നും കൂടി ഓർത്തു വെക്കുക. യജമാൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ കോഴിക്കോട്ടില് 1939 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആത്മവിദ്യ അല്ലെ. പിന്നെ അധ്യാത്മ യുദ്ധം, പിന്നെ എന്താണ്? ഈശ്വര വിചാരം, പ്രാർത്ഥനാ മഞ്ജരി, മാനസാഫല്യം,
പിന്നെ പ്രാർത്ഥനാ മഞ്ച്, ഒട്ടിയൂർ ഉത്സവപ്പൊട്ട്, ഗാന്ധിജിയും ശാസ്ത്രവാക്യാണോ ഒക്കെ ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, താഴെ പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. രാജാധികാരത്തെ എതിർത്ത നവോത്ഥാന നായകൻ, പിന്നെ സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെ, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി. പിന്നെ എന്താ അവിടെ പറയുന്നത്? പറഞ്ഞേ. പിന്നെ മഹാവിഷ്ണുവിന്റെ അവതാരം പറഞ്ഞു. ഇദ്ദേഹം മുന്നോട്ട് വെച്ച ദർശന ചിന്താപതി അയ്യാവഴിയാണ്. ദെൻ ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കിയേ. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. ആരായിരുന്നു? അയ്യാവഴി, തീജ്വാല വഹിക്കുന്ന താമര. ആരാണ്? 1809 മാർച്ച് മാസം 12. സ്വാമിത്തോപ്പ്, നിഴൽ താങ്കൾ, അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂല്, ദക്ഷണം. അത് തന്നെയാണ്. ആരാ പറഞ്ഞേ? വൈകുണ്ഠ സ്വാമി അല്ലെ. എന്താണ്? വൈകുണ്ഠ സ്വാമിയാണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അവിടെ നമുക്ക് വേണ്ട കേട്ടോ. ബാക്കിയുള്ളവരെല്ലാരും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ. മാച്ച് ദ ഫോളോയിങ്, അതായത് ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. പ്രാചീന മലയാളം, രജനീരംഗം, ആചാരഭൂഷണം, പുഷ്പവാടി, ബാലകലേശ നിരൂപണം ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കാം നമുക്ക്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നോക്കിയേ, ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഒന്നാമത്തത് പ്രാചീന മലയാളം. നമുക്കറിയാം ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ദെൻ രജനീരംഗം VT ഭട്ടതിരിപ്പാട്, ആചാരഭൂഷണം പണ്ഡിറ്റ് കറുപ്പൻ, പുഷ്പവാടി കുമാരനാശാൻ അല്ലെ, കുമാരനാശാൻ. നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കുമാരനാശാൻ. കലേശ നിരൂപണം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ആണോ? നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. എന്താണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, ശരിയായ തിരഞ്ഞെടുക്കുക. വീണ്ടും അത് തന്നെയാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പന്തിഭോജനം, സമപന്തി ഭോജനം, പ്രീതി ഭോജനം, മിശ്ര ഭോജനം. എല്ലാം ശരി. 1 ഉം 3 ഉം ശരി, 2 ഉം 3 ഉം ശരി, 1 ഉം 4 ഉം ശരി. ഇത് നിങ്ങൾ തന്നെ ഉത്തരം പറയണം കേട്ടോ. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? പന്തിഭോജനം ശരിയാണോ? വാഗ്ഭടാനന്ദനാണോ? അല്ല, തൈക്കാട് അയ്യാവാണ്. ആരാണ്? തൈക്കാട് അയ്യാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമിയാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ആരാണ്? നമ്മൾ അപ്പളെ പറഞ്ഞൂലേ, വാഗ്ഭടാനന്ദനാണ്. ആരാ മക്കള്? വാഗ്ഭടാനന്ദനാണ്. ഈ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാറിപ്പോകരുത്. 4 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 ഉം 3 ഉം മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. പറഞ്ഞേ, പന്തിഭോജനം ആരാണ്? തൈക്കാട് അയ്യാണ്. പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദനാണ്. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. മിശ്രഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. തെറ്റിക്കാൻ പാടില്ല കേട്ടോ. പരീക്ഷയ്ക്ക് നമ്മുടെ ജീവിതമാണ് എന്ന് ഓർത്ത് വേണം ബബിൾ ചെയ്യാൻ. താഴെ പറയുന്നവിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ? കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സഹോദരൻ അയ്യപ്പനല്ലേ? അത് ശരിയല്ലേ? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി വാഗ്ഭടാനന്ദനാണ് അല്ലെ? നമ്മൾ പറഞ്ഞതാണ്, ശരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. അത് തെറ്റാണ്. ആരാണ്? അദ്ദേഹമാണ് ഈ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് മക്കൾ? ആരാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? ആരെ? അയ്യങ്കാളി അല്ലേ? അതവിടെ ശരിയല്ലേ?
അപ്പൊ നമുക്ക് അവിടെ എന്താ ചോദിക്കുന്നത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്, തെറ്റായതാണ് അവിടെ ചോദിച്ചത് അല്ലെ. അപ്പൊ ഏത് മാത്രമാണ്? 3 മാത്രം. ഓപ്ഷൻ സി ആണ് അവിടെ തെറ്റായിട്ടുള്ള ചോദ്യം. എടാ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഇതൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ടൈപ്പ് ചെയ്ത് ഓപ്ഷൻ വെച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തം കാണിക്കുക, പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവൽ വീണ്ടും തെറ്റായത് വിലയിരുത്താനാണ് പറഞ്ഞത്. SNDP സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1902 മെയ് മാസം 15-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ശരിയാവോ? SNDP 1902 ആണോ? 1903 ആണ്. നമുക്ക് എല്ലാ PSC പഠിക്കുന്നവർക്കും അറിയാം അല്ലെ. ദെൻ ശരിയല്ലേ? ദെൻ SNDPയുടെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. SNDPയുടെ ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്, ഉപദേശിച്ചത് പൽപ്പു തന്നെയാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം എന്ന് പറയുന്ന വിവേകാദയമാണ്. വിവേകാദയമാണോ? അപ്പോഴേ പറഞ്ഞു തെറ്റല്ലേ. ഏതാണ്? യോഗാനാഥമാണ്. ഏതാണ്? യോഗാനാഥമാണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാ വരിക? 2ഉം 3ഉം അവിടെ ശരിയാണ്, 1ഉം 4ഉം അവിടെ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ സി അല്ലേ ഇവിടെ? അല്ലേ? ആദ്യത്തെ മുഖപത്രമാണ് ഏത്? വിവേകാദയം അല്ലെ. എന്താണ് ശ്രീനാരായണ ഗുരുജിയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് അല്ലെ. 1856 മുതൽ 1928 വരെ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എക്സാമിന് ഒരുപാട് ചോദ്യം. അദ്ദേഹത്തെ കുറിച്ചും ഗാന്ധിജിയെ കുറിച്ചും രാജാറാം മോഹൻ റായെ കുറിച്ച് ചോദ്യങ്ങളില്ലാത്ത ഒരു PSC പരീക്ഷയും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെയാണ്? തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തി പറഞ്ഞ സ്ഥലത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് അല്ലെ. വയൽവാരം വീടാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. മാടനാശാനും കുട്ടിയമ്മയും ഒന്നും PSC പഠിക്കുന്നവർക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പിതാവും മാതാവുമാണ് എന്ന് ഓർത്തു വെക്കുക. നാരായണൻ അല്ലെ, നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു അല്ലെ. എപ്പോഴായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്? 1928 അല്ലെ. ഏത് മാസമായിരുന്നു? സെപ്റ്റംബർ മാസം അല്ലെ. സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. സെപ്റ്റംബർ 20. എപ്പോഴാണ്? സെപ്റ്റംബർ 20 അല്ലെ. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ, നാണുവാശ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനൊക്കെ ആരാണ്? ഈ ശ്രീനാരായണ ഗുരുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ അതുപോലെ SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരായിരുന്നു? അത് ശ്രീനാരായണ ഗുരുവാണ് എന്നും കൂടി ഓർത്തു വെക്കുക. SNDPയുടെ ഉപാധ്യക്ഷൻ ചോദിക്കാൻ ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ അത് കുമാരനാശാനാണ്. ആദ്യ സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ അത് കുമാരനാശാനാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ കുറെ ആദ്യകാല ഗുരു ആരൊക്കെയാണ്? മുത്തുപ്പിള്ള ആശാനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. SNDPയുടെ ആദ്യ മുഖപത്രം ചോദിക്കുകയാണെങ്കിൽ വിവേകാദയമാണ്. 1904 അല്ലെ. ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരാണ് ഈ വിവേകാദയ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവല്ല, കുമാരനാശാനാണ് എന്നും കൂടി ഓർത്തു വെക്കണം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് ഏത്? ഈ വിവേകാദയം അല്ലെ. അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടില്ലേ? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന. അതുപോലെ തന്നെ ഈ കുമാരനാശാനാണ് ശ്രീബുദ്ധ ചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് കേട്ടോ. ഏത്? ഈ വിവേകാനന്ദ. നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴത്തെയാണ് യോഗാനാഥം എന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ SNDPയുടെ രൂപീകരണത്തിന് കാരണമായ ഒരു യോഗമുണ്ട്, അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ്. ഏത് വർഷം ചോദിക്കുകയാണെങ്കിൽ അത് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന് 1888 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. രൂപീകരിച്ചത് അല്ലെ ആരെ പ്രേരണയിലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് ചോദിക്കുകയാണെങ്കിൽ അത് ഡോക്ടർ പൽപ്പുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സ്വാമി വിവേകാനന്ദനായിരുന്നു ഡോക്ടർ പൽപ്പുവിനെ പ്രചോദനമേകിയത് എന്നും കൂടി ഓർത്തു വെക്കണേ. സ്വാമി വിവേകാനന്ദനായിരുന്നു ഈ പൽപ്പുവിന് പ്രചോദനം നൽകിയത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം
സ്ഥാപിച്ച വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1904 എപ്പോഴാണ്? 1904 എന്നും കൂടി ഓർത്തു വെക്കുക. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമി അല്ലെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി കണ്ടുമുട്ടിയ വർഷം 1882 എപ്പോഴാണ്? ചട്ടമ്പി സ്വാമി. കുമാരനാശാൻ ആണെങ്കിൽ എപ്പോഴാണ്? 1891. ഈ വർഷം നമുക്ക് ഇമ്പോർട്ടന്റ് അറിയാലോ. മലയാളി മെമ്മോറിയൽ അല്ലെ വർഷം എപ്പോഴാണ്? 1891 അല്ലെ. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പു ആണെങ്കിൽ എപ്പോഴാണ്? 1895. അപ്പോ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി 82 പറഞ്ഞേ 82 1882 ചട്ടമ്പി സ്വാമി ആണെങ്കിൽ കുമാരനാശാൻ 1891, ഡോക്ടർ പൽപ്പു ആണെങ്കിൽ 95 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി ആണെങ്കിൽ 1925 അല്ലെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വന്ന സമയം ഗാന്ധിജി വന്ന സമയത്താണ്, 2ാം പ്രാവശ്യം വന്ന സമയത്താണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതൊക്കെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ശാകുന്തളം വഞ്ചിപ്പാട്ടാണെങ്കിൽ KP കറുപ്പനാണ്. അതൊക്കെ മാറിപ്പോകരുത് കേട്ടോ. ഗജേന്ദ്രമോക്ഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് ശ്രീനാരായണ ഗുരുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ പിന്നെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടല്ല പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ്. മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സാം ട്രെൻഡിങ് ആയതുകൊണ്ട് വലുതായിട്ട് ആ ഭാഗത്തൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഗജേന്ദ്രമോക്ഷം വണ്ടിപ്പാട്ട് ഗുരു രചിച്ചതെങ്കിലും അത് സമർപ്പിച്ചത് പിന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമിക്കാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് നമ്മൾ പണ്ടത്തെ പോലെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 2024 എന്താണ് ട്രെൻഡ്, ആ ഒരു മേഖലയിലേക്ക് പോവാ. ഞാൻ പഠിപ്പിക്കുന്ന SCERTയും NCERTയും HSA ലെവലുള്ള മാത്രം നമ്മൾ തരുന്നുള്ളൂ കേട്ടോ. താഴെ പറയുന്നവയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ കൃതികളിൽ പെടാത്തത്? എതിലിൻ മരണപർവം, ആത്മാനുതാപം, സിദ്ധമർമ്മ മാല, നളാഗമങ്ങൾ. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ചാവറയച്ചന്റെ കൈനക്കരിയിൽ അല്ലെ, ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ജനിച്ചതാണ് ചാവറയച്ചൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എതിലിൻ മരണപർവം അദ്ദേഹത്തിന്റെയാണ്. സിദ്ധമർമ്മമാല ആരെയാണ്? സിദ്ധമർമ്മമാല ആരെയായിരുന്നു? സഹോദരൻ അയ്യപ്പനാണോ? എന്റെ ഒരു ഊഹപ്രകാരം അതല്ലേ? അതെ, സഹോദരൻ അയ്യപ്പന്റെയാണ് സിദ്ധമർമ്മ അല്ലെ. സഹോദരൻ അയ്യപ്പന്റെ ആയിരുന്നു അല്ലെ? ആണോ? അല്ലേ? അതെ, ആലപ്പുഴ ജില്ലയിൽ കൈനകരിയിൽ ജനിച്ച വ്യക്തിയാണ് ആര്? കേരള അല്ലെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ അല്ലെ. ചാവറ അല്ലെങ്കിൽ ചാവറയച്ചൻ എന്ന് പറയുന്നത്. കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് ആര്? ഈ ചാവറയച്ചൻ എന്നും കൂടി മനസ്സിലാക്കുക. ദൈവദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യ കേരളീയ വികാരി ജനറൽ ആയിരുന്നു അദ്ദേഹം. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, കേരള സാക്ഷര പിതാവ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. അനുഗ്രഹീയ പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്ന, പിടിയരി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട ആള് ഒക്കെ ആരാണ്? ചാവറയച്ചൻ അല്ലെ. പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കുടം എന്ന സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ്? ചാവറയച്ചനാണ്. അതുപോലെ തന്നെ ചാവറയച്ചൻ പുരോഹിത വൃത്തത്തിൽ പ്രവേശിച്ച വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് സതിയുമായി ബന്ധപ്പെട്ട ഒരു വർഷമാണ് 1829 അല്ലെ. 1829. അതുപോലെ തന്നെ പിന്നെ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ അല്ലെ മാനാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ടാണ് ചാവറയച്ചൻ ആദ്യമായിട്ട് നവോത്ഥാനം ആരംഭിച്ചത് എന്നും കൂടി മനസ്സിലാക്കുക. പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് ഒരു ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചത് കൂനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്തും കൂടിയാണ് അല്ലെ. CMI എന്താണ്? കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാലുക്കേറ്റ് സഭ സ്ഥാപിച്ചത് ആരാണ്?
ഏലിയാസ് ചാവറയച്ചനാണ്. ഏത് വർഷമാണ് CA സ്ഥാപിച്ചത്? 1831 എപ്പോഴാണ്? 1831 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഈ CMAയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആയിട്ട് ആരായിരുന്നു? ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ വാഴത്തട വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഈ കുര്യാക്കോസ്. ഒരു എക്സാമിന് ചോദിച്ചിട്ട് വാഴത്തട വിപ്ലവം ഏത് നവോത്ഥാന സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏലിയാസ് ചാവറയച്ചനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഏലിയാസ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച വർഷം ചിലപ്പോൾ ചോദിക്കും. 1986 കേട്ടോ. എപ്പോഴാണ്? 1986 എന്നും കൂടി മനസ്സിലാക്കുക. ആരാണ് പ്രഖ്യാപിച്ചത്? ജോൺ പോൾ II മാർപ്പാപ്പയാണ്. ആരാണ്? ജോൺ പോൾ II മാർപ്പാപ്പയാണ്. അതുപോലെ തന്നെ അച്ഛന്റെ കൂടെ പിന്നെ വേറൊരാളെയും കൂടി വാഴ്ത്തപ്പെട്ട പ്രഖ്യാപിച്ച ആര്? സിസ്റ്റർ അൽഫോൺസ കേട്ടോ. സിസ്റ്റർ അൽഫോൺസിയാണ്. പിന്നെ കൂനമ്മാവ് മഠം, പിന്നെന്താണ്? ആത്മാനുതാപം, മരണപർവം, പിന്നെന്താണ്? മാനാനം നളാഗമം, മരണ വീട്ടിൽ പാടുവാനുള്ള പാന, 40 മണിയുടെ ക്രമം, അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നല്ല അപ്പന്റെ ചാവേരു അല്ലെ, പിന്നെ ധാന്യ സല്ലാപങ്ങൾ, നളാഗമം ചരിത്രമാണ്. ഇതൊക്കെ ആരുടെ കൃതിയാണ്? ചാവറയച്ചന്റെ കൃതിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുര്യാക്കോസ് ചാവറയച്ചൻ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1887. എന്താണ് ഈ 1887 പ്രത്യേകത? നമ്മൾ അമരാവതി സമ്മേളനം അല്ലെ, ചേറ്റൂർ ശങ്കർ നാരായണൻ, ഏതാണ്? 1987. അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ആ വർഷമാണ് എന്ത് പറഞ്ഞ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ഇന്ത്യൻ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ട വർഷം എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ച പള്ളി ചോദിക്കുകയാണെങ്കിൽ സെന്റ് ജോസഫ് പള്ളി, അതും മാനാനം കോട്ടയത്താണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? തെറ്റ് കണ്ട് വിലയിരുത്തുക. വാഗ്ബടാണ് തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിവേകാനന്ദൻ എന്ന് പറയുന്നു. സ്വാധീന പരിപാലന സംഘം രൂപീകരിക്കുന്ന പ്രചോദനമായ സംഘടനയാണ് NSS എന്ന് പറയുന്നു. ശരിയാണോ? അല്ല അല്ലെ. വാഗ്ബടാണ് തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിവേകാനന്ദനാണോ? അല്ല. രാജാറാം മോഹൻ റായ് തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? വിവേകാനന്ദന്. അപ്പൊ തെറ്റാണ്. സ്വാധീന പരിപാലന സംഘം രൂപീകരിക്കാൻ പ്രചോദിച്ച സംഘടന SNDP ആണ്, NSS അല്ല. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ശരിയാണ്. പ്ലാവത്ര വീട് VK ഗുരുക്കളുടെ ജന്മഗൃഹമാണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? വയൽവാരം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ് അല്ലെ. വയലോരം വീട് എന്താണ്? വയൽവാരം വീട് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ അതും അവിടെ എന്താണ്? തെറ്റായിട്ടുള്ള. അപ്പൊ അതും തെറ്റല്ലേ? ഓക്കെ. അപ്പൊ 1, 2, 4 അവിടെ എന്താണ്? 1 തെറ്റാണോ? 1, 2. ഓക്കെ. 3 ശരിയാണ് അല്ലെ. അപ്പൊ 1, 2, 4 അവിടെ എന്താണ്? തെറ്റായിട്ടുള്ളതാണ് അവിടെ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്തത് അയ്യങ്കാളിയെ കുറിച്ച് വിശേഷിപ്പിച്ചവരിൽ ശരിയായത് വിലയിരുത്തുക. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് EK നായനാറാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? EK നായനാർ സമ്മതിക്കോ? സമ്മതിക്കില്ല. ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് എന്നാണ് എന്റെ ഒരു നിഗമനം. ശരിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് എന്ന് പറഞ്ഞാൽ EK നായനാറാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദൻ. ശരിയാണോ? അതും തെറ്റാണ് അല്ലെ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഇത് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1863 ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? ആരായിരുന്നു? 1863 ഓഗസ്റ്റ് മാസം അല്ലെ 28 തീയതി തിരുവനന്തപുരത്തെ പറഞ്ഞേ ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? അയ്യങ്കാളിയാണ് അല്ലെ.
എന്തായിരുന്നു? കാളി എന്നറിയപ്പെടുന്ന ബാലനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെ, തിരുവിതാംകൂർ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയല്ലേ? ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവ് അയ്യങ്കാളിയല്ലേ? ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ടത് അയ്യങ്കാളി. ഏത് വർഷമായിരുന്നു വില്ലുവണ്ടി സമരം? 1893. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അല്ലെ, താഴ്ന്ന ജാതി സഞ്ചാരികൾക്ക്, താഴ്ന്നപ്പെട്ടവർക്ക് എന്ത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒരു സമരമായിരുന്നു ഏത്? വില്ലുവണ്ടി അല്ലെ. അക്കാലത്ത് എന്താണ്, മേൽജാതിക്കാർ മാത്രമായിരുന്നു എന്ത് കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ വില്ലുവണ്ടി സമരം എവിടെ മുതലാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് എന്ത് വില്ലുവണ്ടി സമരം നയിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പിന്നോക്കമായിട്ടുള്ള ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചു 1905. അത് എവിടെയായിരുന്നു? അതും വെങ്ങാനൂരിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽപ്പെട്ട ആള് തന്നെയായിരുന്നു ഈ അയ്യങ്കാളി. നെടുമങ്ങാട് ചന്തലഹള 1912 അതും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിന്നെ അല്ലെ, ഇത് ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശിക്കാൻ നിശ്ചയിച്ചത് അയ്യങ്കാളി സംഘവും ചോദ്യം ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഹളയായിരുന്നു ഏത്? നെടുമങ്ങാട് ചന്തലഹള അല്ലെ. പിന്നെ സാധുജല പിന്നെന്താണ്, എനിക്ക് വലിയ ഓർമ്മയില്ല. സാധുജന പരിപാലന സംഘം പിന്നീട് അല്ലെ, സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അയ്യങ്കാളി സാധുജന പരിപാലിനി 1913. സാധുജന പരിപാലന്റെ മുഖ്യ ഒരു പത്രാധിപർ എന്തുണ്ടായിരുന്നു? ചെമ്പന്തറ കാളിച്ചോദിക്കറുപ്പൻ ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമായി അറിയപ്പെടുന്ന ഏതാണ്? സാധുജന പരിപാലിനിയാണ്, നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള 1915 പുളിയ ലഹള, ഉരുട്ടമ്പൽ ലഹള എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ 90-ാം ആണ്ട് ലഹള ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. എന്തായിരുന്നു ഈ 90-ാം ആണ്ട് ലഹള? തിരുവനന്തപുരത്ത് വന്ന ഒരു അല്ലെ, ഉരുട്ടമ്പലം പറഞ്ഞ ഒരു ഗ്രാമത്തിൽ എന്ത് ചെയ്തു? അയ്യങ്കാളി പഞ്ചമി അല്ലെ, പഞ്ചമി എന്നൊരു ദളിതായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്തു? സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ അവരുടെ സവർണ ജാതിക്കാര് സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ ഒരു പ്രക്ഷോഭമാണ് ഇത് ഈ 90-ാം ആണ്ട് ലഹള, അല്ലെങ്കിൽ എന്താണ് ഊരുട്ടമ്പൽ ലഹള എന്നറിയപ്പെടുന്നത് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ കഠിനമായിട്ട് ഒരു ശ്രമത്തിന്റെ ഒടുവിലാണ് എന്ത് സ്കൂളില് താഴ്ന്ന ജാതിപ്പെട്ട പഠിക്കവർക്ക് അനുവാദമൊക്കെ സ്വാതന്ത്ര്യം നൽകിയത് ആര്? ശ്രീമൂലം തിരുനാളാണ് എന്നും കൂടി ഓർത്തു വെക്കുക. 1915 തന്നെയാണ് എന്ത് കല്ലുമാല സമരം പെരുന്നാട്ടില് കൊല്ലത്തെ പെരുന്നാട്ട് ലഹള എന്നറിയപ്പെടുന്നു അല്ലെ. കല്ലുമാലി സമരമാണ്. ഞാനിതാ പിന്നെ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ഗാന്ധിജിയെ എപ്പോഴാണ് ചോദിക്കുകയാണെങ്കിൽ 1937 പിന്നെ ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അത് അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയത്, സന്ദർശിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ അയ്യങ്കാളി സ്മാരകം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ചിത്രകൂടം വെങ്ങാനൂരിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പുലിരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി തന്നെയാണ്. പുലിയുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ച് ഗാന്ധിജി തന്നെയാണ്. മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ്. കേരള അല്ലെ സ്പാർക്സ് എന്നറിയപ്പെടുന്ന നവോത്ഥാനം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി എന്നും കൂടി ഓർത്തു വെക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ കല്ലുമാല സമരം ഇമ്പോർട്ടന്റ് ആണ്. പ്രതിമ എവിടെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ചിത്രകൂടം വെങ്ങാനൂരാണ്. ഈ പ്രതിമയുടെ ശില്പി എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇസ്രാ ഡേവിഡ് ആണ് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇസ്രാ ഡേവിഡ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ നന്ദി, നമസ്കാരം.